നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വയനാട്ടിൽ വീണ്ടും ഒരു ദുരന്തം സംഭവിച്ചിരിക്കുന്നു. അതിൻ്റെ കാരണക്കാരാരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ വ്യക്തിപരമായിട്ട് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വയനാട് MP പറ്റിയിട്ട് രണ്ട് വാക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. വയനാട് ഇലക്ഷൻ നടക്കുന്ന സമയത്ത്, അതായത് രാഹുൽ ഗാന്ധി 2 സ്ഥലത്തും ജയിച്ചു കഴിഞ്ഞപ്പോൾ വയനാട് രണ്ടാമത് ഒരു ഇലക്ഷൻ നടന്നു. ആ സമയത്ത് പ്രിയങ്ക ഗാന്ധിയെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയപ്പോൾ പ്രിയങ്ക ഗാന്ധി അന്ന് വന്ന് പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ടായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് പോകുകയില്ല, നിങ്ങൾ എന്നെ കംപ്ലൈൻറ്റ് ചെയ്യും, ഞാൻ എപ്പോഴും വയനാട്ടിലാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, എത്ര വട്ടം പ്രിയങ്ക ഗാന്ധി പിന്നീട് വയനാട്ടിലേക്ക് വന്നു? ഒരു കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുന്ന ആളെന്ന രീതിക്ക് ഞാൻ പറയുന്നത് തെറ്റായ കാര്യമാണ്. കാര്യം നമ്മുടെ ഒരു നേതാവിനെ പറ്റിയിട്ടാണ് നമ്മൾ അപമര്യാദയായിട്ടോ അല്ലെങ്കിൽ മോശമായിട്ടോ പറയുന്നത്. പക്ഷേ ഇത് പറയാതിരിക്കാൻ സാധിക്കില്ല. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഇവരെല്ലാം നമ്മൾ വയനാട്ടിൽ നിന്ന് ജയിപ്പിച്ച് പാർലമെൻറ്റിലേക്ക് വിടുമ്പോൾ അവരവിടെ ചെയ്യുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ നാട്ടിന് ചെയ്യുന്നതും എല്ലാം നമുക്കറിയുന്നതാണ്. പക്ഷേ നാട്ടിൽ അവരെ കാണണമെന്നോ അല്ലെങ്കിൽ അവരുടെ ഒരു സാന്നിധ്യം ഉണ്ടാക്കണമെന്നോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് തെറ്റായ കാര്യമല്ല. പണ്ട് ശ്രീ മുകേഷ് MLA കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഫ്ലക്സ് വന്നിട്ടുണ്ട്. അതുപോലെ സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന് പറഞ്ഞ് ഫ്ലക്സ് വന്നിട്ടുണ്ട്. അതുപോലെ പ്രിയങ്ക ഗാന്ധിക്കും സ്വന്തം മണ്ഡലത്തിനോട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അവർക്ക് വയനാട്ടിലേക്ക് വരാൻ സാധിക്കില്ലെങ്കിൽ അവർ വേറെ ഏതെങ്കിലും ഒരു മണ്ഡലം തിരഞ്ഞെടുക്കണമായിരുന്നു. ഇത് കേരളത്തിൽ ഒരാൾക്ക് വിട്ടുകൊടുക്കണമായിരുന്നു. അവർ നല്ല കാര്യം ചെയ്യുന്നുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു MP എന്ന നിലയിൽ അവർ മാസത്തിൽ ഒരിക്കലെങ്കിലും സ്വന്തം മണ്ഡലത്തിലേക്ക് ഒന്ന് വരേണ്ട ഒരു ഉത്തരവാദിത്വം അവർക്കുണ്ട്. അവർ മറ്റുള്ളവരെ കൊണ്ട് ജയിപ്പിക്കുകയാണെങ്കിൽ ആ മറ്റുള്ളവരെ അവിടെ നിർത്തിയിട്ട് അവരെ ജയിപ്പിച്ചു വിട്ടാൽ പോരെ? ഓരോ മണ്ഡലത്തിലും നമ്മൾ ഓരോ സ്ഥാനാർത്ഥിയെ നിൽക്കുന്നത് അവരുടെ സാന്നിധ്യം അവിടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധി ഈ ഒരു സിറ്റുവേഷനിൽ പറയുന്നത് തെറ്റായ കാര്യമാണ്. പക്ഷേ ഇത് മുൻപ് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. എന്നാലും ഇപ്പോൾ വയനാട് ഒരു ദുരന്തം വന്നപ്പോൾ പറയേണ്ടി വന്നു, പ്രിയങ്ക ഗാന്ധി, നിങ്ങൾ വയനാട്ടിൽ നിന്ന് ജയിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ വയനാട്ടിൽ ഒരു വീടെടുക്കുകയോ അല്ലെങ്കിൽ വാടകയ്ക്ക് ഒരു വീടെടുക്കുകയോ ഇവിടെ നിങ്ങളുടെ സാന്നിധ്യം ഇടയ്ക്കിടയ്ക്ക് വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പരാതി നേരിട്ട് കേൾക്കാനുള്ള ഒരു അവസരം നിങ്ങൾ ഒരുക്കണം. നിങ്ങളെ ജയിപ്പിച്ചു വിട്ടത് വയനാട്ടുകാരാണ്, അല്ലാണ്ട് ഡൽഹിയിൽ പോയിരിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ നിങ്ങളെ ജയിപ്പിച്ചു വിടുന്നത്. അപ്പോൾ നിങ്ങളുടെ സാന്നിധ്യം ഇവിടെ ആവശ്യമുണ്ട്. ദയവ് ചെയ്ത് നിങ്ങളിവിടെ എത്തണം. ഇത് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒരാളുടെ അപേക്ഷയാണ്. നന്ദി, നമസ്കാരം.